ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് വിൻ ബ്രേക്കർ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 4ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഹേ ഉമേമിയ, ഒരു പ്രശ്നമുണ്ട് എന്ന് ഹിറാഗി പറയുന്നു. എനിക്കറിയാം പ്രശ്നമുണ്ടെന്ന്. ഇത് നോക്കിയേ, ഈ ചെടികളുടെയും ചെടി വെച്ചിരിക്കുന്ന ചട്ടികളുടെയും എണ്ണത്തിൽ അങ്ങ് പൊരുത്തപ്പെടുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു ചെട്ടി 3-4 ചെടി ഉണ്ടെന്ന്. ഇത് കേട്ട് അവരെല്ലാവരും കിളി പോയിട്ട് നിൽക്കുന്നു. അതിനാ സെറ്റാക്കിക്കോളാം, കുറച്ച് സ്ഥലം കൂടി ഇവിടെ ബാക്കിയുണ്ടല്ലോ എന്ന് ഹുമേമിയ പറയുന്നു. ഞാൻ ഈ ചെടികളെ പറ്റിയല്ല പറഞ്ഞത്. ഷിഷിട്ടോ പെപ്പറോ? അല്ലെങ്കിലോ നിന്റെ വയറിന് വയ്യ, നീ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാ അത് ശരിയാവും തോന്നുന്നുണ്ടോ? വയറുവേദനക്കുള്ള ടാബ്ലറ്റ് ആണല്ലേ അപ്പൊ കഴിക്കുന്നേ? എനിക്ക് ഇപ്പഴാ മനസ്സിലായേ. അതൊക്കെ പോട്ടെ, ഇവരാണ് ഉമേമിയ എന്ന് സാക്കുറ ചോദിക്കുന്നു. ഹേയ് ഉമേമിയോ, ഉമേമിയ സാർ എന്ന് വിളിക്കടാ എന്ന് പറഞ്ഞ സുഗു അവന്റെ ഷർട്ടിൽ കയറി പിടിക്കുന്നു. അപ്പോഴാണ് ഉമേമിയ ഇവരെ ശ്രദ്ധിക്കുന്നത്. ഇവരൊക്കെ എന്താ ഇവിടെ? ഉമേമിയ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സുഗു അവന്റെ ഷർട്ടിൽ നിന്നും വിടുന്നു. തക്കാളി, പച്ചമുളക്, വഴുതനങ്ങ, വെള്ളരിക്ക, അതൊക്കെയാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത്. ഇവരൊക്കെ വളരെയധികം ഭംഗിയുള്ളതും വ്യത്യസ്തവുമാണല്ലേ. സോ പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ മുഴുവനായിട്ടും പുള്ളി പറഞ്ഞു തീരാതെ അങ്ങോട്ടൊന്നും പറയാൻ പുള്ളി സമ്മതിക്കുന്നില്ല. വന്ന കാര്യം പറയാൻ പറ്റാതെ ബോറടിച്ചിരിക്കുവാണ് അവിടെയുള്ള എല്ലാവരും. രാവിലെ മൈക്കിലൂടെ സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും ഇവർ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. അപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ കുറച്ച് മണ്ടരാണെന്ന് തോന്നുന്നു. ചെടികളെ പറ്റി നല്ല രീതിയിൽ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ഉമേമിയോട് ഈ 2 ചെടിയും കാണാൻ ഏകദേശം ഒരുപോലെയാണല്ലോ എന്നറിയാതെ ഒന്ന് പറഞ്ഞു പോവാണ് സാക്കുറ. എടാ മോനെ, ഇത് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം, ഞാൻ കുറച്ചുകൂടി വിശദീകരിച്ചുതരാം എന്ന് പറഞ്ഞ് വീണ്ടും വിശദീകരിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഷിഷിട്ടോറിയുടെ കയ്യിൽ നിന്നും അടിമേടിച്ച ആ പയ്യൻ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു എഴുന്നേക്കുന്നു. ഇത് കേട്ട് എല്ലാവരും അവനെ ശ്രദ്ധിക്കുവാണ്. ഞാൻ നമ്മുടെ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് ഒരു കള്ളൻ ഒരു ഷോപ്പിൽ നിന്നും ഓടുന്നത് കണ്ടു. അവനെ ഫോളോ ചെയ്ത് ഒരുപാട് ദൂരം ഞാൻ പോയി. അപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത്. ഞാനിപ്പോ നിൽക്കുന്നത് ഷിഷിട്ടോറിയന്റെ സ്ഥലത്താണെന്ന്. ഞാൻ അവിടെ കറങ്ങി നടക്കുന്നത് അവർ കണ്ടു. എന്നെ ഫോളോ ചെയ്ത് എന്നെ പിടിക്കാൻ വേണ്ടി വന്നു. അവരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചത് ഇവർ 2 പേരുമാണ്. എന്ന് ഞാൻ കാരണം ബുഫ്യൂരിനും ഷിഷിട്ടോറിയനും തമ്മിൽ ഒരു ഗാങ് വാർ തന്നെ നടക്കാൻ പോവാ. ഇതെല്ലാം കാരണം ഞാനാ. ഐ ആം റിയലി സോറി എന്ന് അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. സസക്കി, നീ എന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചു. അത് കാരണം ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും അത് ഞാൻ നോക്കിക്കോളാം. അതൊക്കെ പോട്ടെ, ഇവർ 2 പേരും എങ്ങനെയാ നിന്നെ രക്ഷിച്ചേ, അതൊന്ന് പറഞ്ഞു തരോ എന്ന് ഉമേമി അവനോട് ചോദിക്കുന്നു. അത് പിന്നെ ഓടി വന്ന് 2 പേരും ചാടി അവരുടെ മോന്തയ്ക്ക് ഒരു കുത്തങ്ങ് കൊടുത്തു. അങ്ങനെയാ എന്നെ അവർ രക്ഷിച്ചേ. ഇത് കേട്ട് ഉമേമിയെ ചിരിക്കുന്നു. നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്തേ. സംസാരിച്ചു നിന്നിരുന്നെങ്കിൽ ഇതൊന്നും ഇങ്ങനെ തീർക്കാൻ പറ്റില്ലായിരുന്നു. ഇത് കേട്ട് ഹിറാഗി, അപ്പൊ എന്നെ കൊണ്ട് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം ഞാനാ, എന്നോട് ക്ഷമിക്കണം എന്ന് ഹിറാഗി പറയുന്നു. എല്ലാ പ്രാവശ്യവും ഓരോ പ്രശ്നം ഉണ്ടാവുമ്പോ അതിനെല്ലാം കാരണം നീയാണെന്ന് നീ പറയുന്നത് ആദ്യം നിർത്തണം. ഞാനല്ലേ നിന്നോട് ഇവരെ 2 പേരെയും നോക്കാൻ പറഞ്ഞേ എന്ന് പറയാണ് ഉമേമിയ. ഇത് കേട്ട് നേരിൻ, സാക്കുറ ഫസ്റ്റ് ശ്രദ്ധിക്കണമെങ്കിൽ അത് നിന്നെ വേണം ശ്രദ്ധിക്കാൻ. നീ കാരണമല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഇത് കേട്ട് സാക്കുറ അവന് നേരെ ചൂടാവുന്നു. ഓ, അപ്പൊ നീയാണോ ഇത് തുടങ്ങി വെച്ചത് എന്ന് ഉമേമി അവനോട് ചോദിക്കുന്നു. ഒരു പവറിന് വേണ്ടി അവരെന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. എന്നെ സംബന്ധിച്ച് ഒരു വീക്കായിട്ടുള്ളവന്റെ മുമ്പിൽ അവരുടെ സ്ട്രെങ്ത് അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അവരും വീക്കായിട്ടുള്ളവരാണ്. അവരെ പോലൊരു മണ്ടന്മാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് കേട്ട് അവന്റെ അടുത്തോട്ട് എഴുന്നേറ്റ് വരുവാണ് ഉമേമിയ. അവനൊരു ഫൈറ്റിന് എന്നെ തയ്യാറാവുന്നു. നീ പറഞ്ഞത് വളരെയധികം ശരിയാണ്. ഇന്നലെ ആ സ്ട്രീറ്റിൽ നടന്ന കാര്യം ഞാൻ അറിഞ്ഞു. ഇപ്പോതാ ഇന്ന് നീ സസാക്കിയെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു. നീ ചെയ്തത് എന്തായാലും വളരെ നല്ല കാര്യമാണ്. അതിനൊരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് അവനെ തലയിൽ തട്ടുന്നു. ഉമേമിയ അവനെ പുകഴ്ത്തുന്നത് കണ്ട് സുഗുൻ അത്രയങ്ങ് പിടിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇവന്റെ കൂടെ ഇത്ര ആളുകൾ നിൽക്കുന്നതെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇവന്റെ കൂടെ ഇരുന്ന എല്ലാവരും സേഫ് ആണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഞാനെപ്പോഴാ നിങ്ങൾ എന്റെ ചേട്ടനാണെന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റുവാണ് സാക്കുറ. ഈ ടൗണിലുള്ള എല്ലാവരും എന്റെ ഫാമിലിയാണ് എന്ന് പറയാണ് ഉമേമിയ. ഇതേ സമയമാണ് ഹിറാഗിയുടെ ഫോണിലോട്ട് ഒരു കോൾ വരുന്നത്. എന്നാരോ വേദന കൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് അതിൽ നിന്നും കേൾക്കുന്നത്. കാജി എന്തു പറ്റി എന്ന് ചോദിക്കുവാണ് ഹിറാഗി. എല്ലാവരും അവനെ തന്നെ നോക്കി നിൽക്കുന്ന സമയത്താണ് പുറത്തു നിന്നൊരു ശബ്ദം. ഹേയ്, അവിടെയുണ്ടോ? നോക്കുന്ന സമയത്ത് ഫ്യൂരിലെ ഒരു മെമ്പറെ വലിച്ചയച്ചുകൊണ്ട് ഒരാൾ അങ്ങോട്ട് വരുന്നു. ഹലോ 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 എന്ന് സ്പീക്കറിലൂടെ ഒച്ച വെക്കുന്നു. ഇത് കേട്ട് എല്ലാവരും പുറത്തോട്ട് നോക്കുന്ന സമയത്താണ് ഷിഷിട്ടോറിയിലെ ഒരു മെമ്പർ. ഞാനാണ് ഷിഷിട്ടോറിയന്റെ ലീഡർ ജോജി തൊമേമിയ. മര്യാദയ്ക്ക് എല്ലാവരും പുറത്തുവാ, എന്നിട്ട് എന്റെ കൂടെ ഫൈറ്റ് ചെയ് എന്ന് ഡയറക്റ്റ് ആയിട്ട് ഷിഷിട്ടോറിയന്റെ ലീഡർ അവരെ ഫൈറ്റിന് ക്ഷണിക്കുന്നു. എന്ത്, ഷിഷിട്ടോറിയന്റെ ലീഡർ നമ്മുടെ സ്ഥലത്തോട്ട് വന്നിരിക്കുന്നു? തീർച്ചയായിട്ടും ഒരു വാറ തുടങ്ങാൻ പോകുന്നേ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് നേരിൻ. ഷിഷിട്ടോറിയന്റെ സെക്കൻഡ് കമാൻഡർ ആയിട്ടുള്ള ചോട്ടോനേക്കാൾ പവർഫുൾ ആണ് ഇവനെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവനെ നോക്കി നിൽക്കുവാണ് സാക്കുറ. അപ്പോഴാണ് ഇതുവരെ കൂളായിട്ട് നിന്നിരുന്ന ഉമേമിയ
തന്റെ ഫ്യൂരിൻ ജാക്കറ്റ് മാസായിട്ട് എടുത്തിട്ട് അവിടെ നിന്നും പോകുന്നത്. താഴോട്ട് പോകുന്ന ഉമേമിയുടെ കൂടെ തന്നെ അവരെല്ലാവരും പുറത്തോട്ട് പോകുന്നു. താഴെ എത്തിയ ഉമേമിയ അവരോട് എല്ലാവരോടും അവിടെ തന്നെ നിൽക്കാൻ പറയുന്നു. അവനിപ്പോ ഒരു ഫൈറ്റിനാ വന്നിരിക്കുന്നേ, അതുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ വരാം എന്ന് സാക്കുറ അവരോട് പറയുന്നു. ഇനിയൊരു പ്രാവശ്യം ഞാനിത് നിങ്ങളോട് പറയില്ല, ഇവിടെ നിന്നാ മതി. ഇത് കേട്ട് സാക്കുറയ്ക്ക് അവിടെ നിന്നും അനങ്ങാൻ സാധിക്കുന്നില്ല. കുറച്ചു നേരം മുൻപ് വരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഇപ്പൊ ടോട്ടലി മാറിയിരിക്കുന്നു. ടോമിയാമ്മ, നീ ഇപ്പോ എന്തിനു വേണ്ടിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയാണ് ടോമിയാമ്മ. ഉമേമിയുടെ മുൻപിൽ നിന്ന് ഇങ്ങനെ ചിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവനൊരു മോൺസ്റ്റർ ആയിരിക്കും എന്ന് സാക്കുറ ചിന്തിക്കുന്നു. നിങ്ങളാ ഫസ്റ്റ് ഞങ്ങളുടെ ബോർഡറിന്റെ അകത്തോട്ട് വന്നേ. ഈ ഒരു റീസൺ മാത്രം മതി എനിക്ക് നിങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ. ധൈര്യം ഉണ്ടെങ്കിൽ വാ, നമുക്കൊരു കൈ നോക്കാം. നീ പറഞ്ഞത് ശരിയാ, ഞങ്ങളാ ഫസ്റ്റ് നിങ്ങളുടെ ആളുകളെ അടിച്ചത്. പക്ഷെ അതിന് പകരമായിട്ട് നീ ഇപ്പൊ ലിമിറ്റ് കടന്നു കഴിഞ്ഞു. നോക്കുന്ന സമയത്ത് അവനെ തടയാൻ വന്ന ഫ്യൂരിന്റെ ആളുകളെ മൊത്തം അവൻ അവിടെ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നീ ഇവിടെ വെച്ച് നിർത്തിക്കോ എന്ന് ഉമേമി അവനോട് പറയുന്നു. ഇത് അങ്ങനെയൊന്നും നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ ഓടി വന്ന് ഉമേമിയുടെ മോതക്കിട്ടൊന്ന് കൊടുക്കുന്നു. ഇത് കണ്ട് എല്ലാവരും ഷോക്കാവുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. അവൻ അടിച്ചാടി അത് ഉമേമിയെ തടുത്തിട്ടുണ്ടായിരുന്നു. കൊള്ളാലോ, ഇനി നിന്റെ ടേൺ. നിന്റെ കഴിവെന്താണെന്ന് നീ കാണിക്ക്. നീ എന്തിനാ ഫൈറ്റ് ചെയ്യണോന്ന് പറഞ്ഞ് ഇത്രയധികം വെറി പിടിക്കുന്നേ എന്ന് ഉമേമി അവനോട് ചോദിക്കുന്നു. എനിക്ക് ഫൈറ്റ് ചെയ്യണോന്ന് യാതൊരു നിർബന്ധവുമില്ല, പക്ഷെ ഉമേമിയ നിന്നെ എനിക്ക് വേണം. ഇത് കേട്ട് ഇവൻ എന്താ ഈ പറയുന്നേ എന്ന് മനസ്സിലാവാതെ നിൽക്കുവാണ് മറ്റുള്ളവർ. ട്യൂട്ടോറിയലില് എപ്പോഴും ഞാൻ തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത്, പക്ഷെ എനിക്കത് വളരെ ബോറിംഗ് ആയി തുടങ്ങി. എന്നാൽ ഇവിടെ നീ ടോപ്പിൽ നിൽക്കുമ്പോ വളരെ ജോളി ആയിട്ടും നിന്റെ ഗ്രൂപ്പിന്റെ കൂടെ ഫണ്ണായിട്ടുമാണ് ഇരിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. അതുകൊണ്ട് ഫ്യൂരിന്റെ അകത്തുള്ള നിങ്ങളെ എല്ലാവരെയും എനിക്ക് വേണം എന്ന് ടോമിയാമ്മ അവരോട് പറയുന്നു. അപ്പോഴാണ് ഉമേമിയ അവന്റെ പുറകിലോട്ട് നോക്കുന്നത്. ജോയും അവന്റെ ഗ്യാങ്ങിലുള്ള കുറച്ചുപേരും ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നു. ഞാൻ പറയുന്നത് മുഴുവനും കേൾക്കുന്നതിന് മുൻപ് നിങ്ങൾ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ബോസ്, നിങ്ങളൊരിക്കലും ഇനി ഞങ്ങൾ തനിച്ച് വിടാൻ പോകുന്നില്ല എന്ന് ജോ ടോമിയാമ്മയോട് പറയുന്നു. സോ അവന്റെ ഗ്യാങ് മുഴുവനായിട്ടും അങ്ങോട്ട് വന്നതുകൊണ്ട് നമ്മുടെ പിള്ളേര് ഉമ്മേമിയുടെ പുറകിൽ വന്ന് നിൽക്കുന്നു. ഞാൻ നിങ്ങളോട് അവിടെ നിൽക്കാൻ പറഞ്ഞതല്ലേ എന്ന് ഉമ്മേമി അവനോട് ചോദിക്കുന്നു. ഇതൊരു 1-on-1 ഫൈറ്റ് ആണെന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ അവിടെ നോക്കി നിന്നേ, എന്നാൽ ഇപ്പൊ ഇതൊരു ഗ്യാങ് വാറാണ്. സോ ഇനി അവിടെ കാത്തു നിൽക്കുന്നതിൽ യാതൊരു പ്രയോജനവുമില്ല എന്ന് സാക്കുറ പറയുന്നു. ഹേയ്, ഞങ്ങൾ ഇവിടെ 1-on-1 ഫൈറ്റ് ചെയ്യാൻ പോവാ, എല്ലാവരും അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് ടൊമേമി അവന്റെ ഗ്യാങ്ങിനോട് പറയുന്നു. ഇവിടെ വെച്ച് 1-on-1 ഫൈറ്റ് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ തോൽക്കാനാ പോകുന്നത്. കാരണം 1-on-1 ഫൈറ്റ് ചെയ്താൽ അവസാനം അതൊരു ഗ്യാങ് വാറായിട്ട് മാറും. അതിൽ നമ്മൾ തീർച്ചയായിട്ടും തോറ്റുപോകും എന്ന് പറഞ്ഞ ജോ അവരുടെ സ്കൂളിന് നേരെ നോക്കുവാണ്. തിരിഞ്ഞു നോക്കുന്ന സാക്കുറയും ടീമും കാണുന്നത് ഫ്യൂരിയിലെ എല്ലാ മെമ്പേഴ്സും ഒരു ഫൈറ്റ് ഉണ്ടായ ഞങ്ങൾ ആരാണെന്ന് കാണിച്ചരും എന്നൊരു വൈബിൽ നിൽക്കുവാണ്. ഇത് കണ്ട് ഉമേമിയ, ആരും നിങ്ങളിരിക്കുന്ന സ്ഥലത്തു നിന്നും അനങ്ങാൻ പാടില്ല. ടോമിയമ്മ, ഞാൻ നിന്റെ കൂടെ 1-on-1 ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇത് കേട്ട് ട്യൂട്ടോറിയലിലെ ഒരു മെമ്പർ, അവൻ നമ്മളെ കണ്ട് പേടിച്ചു പോയതാണോ അതോ ഇനി അവന്റെ പുറകിൽ ഇത്ര ആളുകൾ ഉള്ളത് കൊണ്ട് ധൈര്യത്തിൽ പറയുന്നതാണോ? ഇനി നീ വാ തുറന്ന നിന്റെ മോന്തടിച്ച് ഞാൻ പൊട്ടിക്കും എന്ന് അവനോട് പറയുവാണ് സുഗു. ഇത് കേട്ട് ഇതിനു മുൻപ് നമ്മൾ കണ്ട ട്യൂട്ടോറിയലിലെ ഒരു മെമ്പർ, ഇവനെ നമ്മൾ നേരത്തെ കണ്ടതല്ലേ, ഇവനെന്താ ഇത്ര ഡള്ളായിട്ട് നിൽക്കുന്നേ? നിന്റെ മുഖം കാണുമ്പോ തന്നെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പോലെയുണ്ട് എന്ന് ഡികാപ്രിയോ അവനെ നോക്കി പറയുന്നു. ഇത് കേട്ട് അവനും ദേഷ്യം വരുന്നു. ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു യഥാർത്ഥ സമയമല്ല. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സൂര്യൻ അസ്തമിക്കും. രാത്രി ആയി കഴിഞ്ഞാൽ നിങ്ങൾ അടിക്കുന്ന ഓരോ അടിയും അവരുടെ മോന്തയ്ക്ക് തന്നെയാണോ കൊള്ളുന്നതെന്ന് ഞങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കില്ല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് സാക്കുറയെ നോക്കി ചോദിക്കുകയാണ് ജോ. നിന്റെ ഈ മധ്യതല ഞാൻ അങ്ങ് അടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ മറ്റുള്ളവർ ഫൈറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും എന്ന് സാക്കുറ അവനെ നോക്കി ചോദിക്കുന്നു. ഇതിലുള്ള എല്ലാവരും ഇപ്പോ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നു എന്നായി എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് ടോമിയാമ്മ, ഉമേമിയ, നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് ഫൈറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. എന്നാ ഇതും 1-on-1 ഫൈറ്റ് പോലെ തന്നെയാണ്. കേൾക്കാൻ തന്നെ ഒരു ഇവന്റ് പോലെയുണ്ട്. വളരെയധികം ഫണ്ണുമായിരിക്കും. നിങ്ങൾ എന്താ ഒരു കോമ്പറ്റീഷനെ പറ്റിയാണോ പറയുന്നേ എന്ന് ജോ അവനോട് ചോദിക്കുന്നു. ഉമേമിയ എന്റെ കൂടെ 1-on-1 ഫൈറ്റ് ചെയ്യാൻ ഇപ്പോ തയ്യാറായിരിക്കുന്നു. ജോയും സാക്കുറയും ഫൈറ്റ് ചെയ്യാനും അവർ തയ്യാറാണ്. പിന്നെ ഉമേമിയെ കളിയാക്കിയവനും സുഖവും തമ്മിൽ ഫൈറ്റ് ചെയ്യും. ആ പെണ്ണിനെ പോലെ സംസാരിക്കുന്നവനും ഡിക്കാപ്രിയും തമ്മിൽ ഏറ്റുമുട്ടും. നമുക്ക് രണ്ടുപേർക്കും ഒരു കൈ നോക്കിയാ പോരെ, എന്തിനാ മറ്റുള്ളവരെ ഒരു ഫണ്ണിന് വേണ്ടി ഇതിലോട്ട് വലിച്ചിടുന്നത് എന്ന് ഉമേമി അവനോട് ചോദിക്കുന്നു. ഇവരുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് സാക്കുറയും ഡിക്കാപ്രിയയും സുഗുവും പറയുന്നു. ഇതേ സമയമാണ് ട്യൂട്ടോറിയലിൽ ഒരു മെമ്പർ മുന്നോട്ട് വരുന്നത്. എനിക്ക് ഹിറാഗിയുടെ കൂടെ ഫൈറ്റ് ചെയ്യണം. ഇത് കേട്ട് ഹിറാഗി അതാരാണെന്ന് നോക്കുന്നു. സാക്കോ, നീ? സോറി ഉമേമിയ, എനിക്കും അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം എന്ന് ഹിറാഗി പറയുന്നു.
സോ ഫ്യൂരിനിപ്പോ അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. സോ നാളെ ഒരു ഫൈറ്റ് നടക്കാൻ പോവാ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് നേരിൻ. ഡേയ് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഇത് കേട്ട് നേരിൻ, ഡേയ് ഇനി നീ മിണ്ടരുത്, നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇനി നീ ഒരു അക്ഷരം മിണ്ടിയാ നിന്റെ മണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇതേ സമയമാണ് അവർക്ക് കഴിക്കാനുള്ള ഫുഡും കൊണ്ട് ടാജ്മാൻ അങ്ങോട്ട് വരുന്നത്. നേരിൻ, നീ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല, നടക്കാനുള്ളതൊക്കെ നടന്നു കഴിഞ്ഞു. ഇത് കഴിച്ച് കൂളായിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ അവൾ അവിടെ നിന്നും പോകുന്നു. നാളെ നടക്കാൻ പോകുന്ന ഫൈറ്റിൽ ഉമേമി എങ്ങാനും തോറ്റുപോയാ പിന്നെ ഫ്യൂരിൻ ഭരിക്കാൻ പോകുന്നത് ഷിഷിട്ടോറിനായിരിക്കും. ഇത് കേട്ട് നീ എന്താടാ പറഞ്ഞേ എന്ന് പറഞ്ഞ് നോക്കുവാണ് സുഗു. നീ പറയുന്ന പോലെ ഇവരത്ര വീക്കൊന്നുമല്ല, അത് നിനക്ക് അറിയാവുന്നതല്ലേ എന്ന് ടാജിബാൻ അവനോട് ചോദിക്കുന്നു. എന്ന് ഇതൊന്നും ശ്രദ്ധിക്കാതെ സാക്കുറ ഫുഡ് മൊത്തം വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ശരി, എന്റെ കഴിഞ്ഞു, ഞാൻ വീട്ടിലോട്ട് പോട്ടെ എന്ന് സാക്കുറ അവരോട് ചോദിക്കുന്നു. എങ്ങോട്ട് പോവാൻ? ഉമേമിയെ വരാമെന്ന് പറഞ്ഞതല്ലേ, അവര് വന്നിട്ട് പോയാ മതി. ഓ, അവരെന്താ ഇത്ര വരാൻ ലേറ്റ് ആവുന്നേ എന്ന് ചോദിക്കുകയാണ് സാക്കുറ. നീ കണ്ടതല്ലേ, ഫ്യൂരിലെ എല്ലാ മെമ്പേഴ്സും വളരെ ദേഷ്യത്തോടെ ഷിഷിട്ടോറിയലിലെ മെമ്പേഴ്സിനെ നോക്കുന്നത്. അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഉമേമിയൊക്കെ വരാൻ. ഓ അത് പോട്ടെ, ഉമേമി ഒരു കടയിൽ പോയിട്ട് ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞില്ലേ, അത് ഈ കടയാണോ എന്ന് സാക്കുറ ചോദിക്കുന്ന സമയത്ത് റൈസ് ഓംലേറ്റ് ആന പഴം വിഴുങ്ങുന്നത് പോലെ വിഴുങ്ങിയിട്ട് നിനക്കിനി അത് അറിയണോ അല്ലേടാ എന്ന് ചോദിക്കുന്നു. ബൊഫ്യൂരിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. ഏതെങ്കിലും ഒരു ഫൈറ്റ് നടക്കുന്നതിന് മുൻപ് ഇവിടെ വെച്ചാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് എന്ന് ഡിക്കാപ്രിയോ പറയുന്ന സമയത്താണ് ഉമേമി അങ്ങോട്ട് വരുന്നത്. രാജിബാന, ഇന്നത്തെ നിന്റെ ഹെയർ സ്റ്റൈൽ കൊള്ളാമല്ലോ, വളരെ നന്നായിട്ടുണ്ട്. ഇത് നോക്കിയേ, ഞാൻ പുതുതായിട്ട് കൃഷി ചെയ്ത പച്ചക്കറി ചെടി ഇത്രയും വലുപ്പമായിട്ടുണ്ട്. സമ്മറാകുമ്പോ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് തരാം. ഇതൊക്കെ കേട്ട് സാക്കുറ ഉമേമിയ എല്ലാ പ്രധാനപ്പെട്ട മീറ്റിംഗും ഇവിടെ വെച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഇത് സാക്കുറയോട് വളരെ ലവ്ലി ആയിട്ട് സംസാരിക്കുന്നു. എല്ലാതും കൂടി വെച്ച് കണക്ക് കൂട്ടുമ്പോ ഇവൾ ഉമേമിയുടെ ഗേൾ ഫ്രണ്ട് ആണോ? ഇത് കേട്ട് ടെൻഷനായ ടാച്ചിബാന, നീ വെറുതെ ചിന്തിച്ച് കാട് കയറി പോണ്ട, മിണ്ടാണ്ടിരിക്കടാ. ഇവളെന്റെ ഗേൾ ഫ്രണ്ട് ഒന്നുമല്ല, ഇവളെന്റെ കുഞ്ഞി പെങ്ങളല്ലേ എന്ന് ഉമേമി അവനോട് പറയുന്നു. കുഞ്ഞി പെങ്ങളോ? അപ്പൊ നിനക്ക് എത്ര വയസ്സായി എന്ന് സാക്കുറ ചോദിക്കുന്നു. നിന്റെ ഒക്കെ അത്ര പ്രായം തന്നെയുള്ളൂ, 16. എന്ത് 16ഓ? നിനക്കോ? നിന്നെ കണ്ട ഒരു ആന്റിയെ പോലെ ഉണ്ടല്ലോ. പെട്ടെന്നാണ് അവന് നേരെ ഒരു ചെയർ പറന്നു വരുന്നത്. കൊട്ടാക എന്നെക്കാൾ ചെറുതാണ് എന്ന് ചിരിച്ചുകൊണ്ട് ഉമേമിയ പറയുന്നു. ഇത് കണ്ട് സാക്കുറയും നേരിനും പേടിയോടെ അവരെ നോക്കുന്നു. കൊട്ടാകയെ ഒരു കുഞ്ഞി പെങ്ങളുടെ സ്ഥാനത്ത് വളരെ കെയർഫുൾ ആയിട്ടാണ് ഉമേമിയെ നോക്കുന്നത്. സോ അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാ പിന്നെ അവിടെ എന്താ നടക്കുമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഹിറാഗി അവനോട് ചോദിക്കുന്നു. ഇത് കേട്ട് അവർ രണ്ടുപേരും, ഇനി ഒന്നും പറയണ്ട, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. ഷിഷിട്ടോറിയൻ ഗാങ് എല്ലാവരും പവറിന് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു മിഡിൽ സ്കൂൾ പയ്യനെ ചേസ് ചെയ്തു വന്ന് അറ്റാക്ക് ചെയ്യാൻ മാത്രം മോശമൊന്നുമല്ല അവർ. ഞങ്ങൾ തമ്മിൽ ഇതിനു മുൻപും ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ടോമിയാമ എപ്പോഴാണ് അവരുടെ ലീഡറായിട്ട് മാറിയത് അന്ന് തൊട്ട് അതിനൊരു മാറ്റം ഉണ്ടായി. ആവശ്യമില്ലാതെ ഓരോരോ ഗാങ്ങിന്റെ അടുത്ത് പോയി അവരെ ഇങ്ങോട്ട് ഫൈറ്റിന് ക്ഷണിക്കും. ടോമിയാമ, ജോ, അവർ രണ്ടുപേരുമാണ് അവരുടെ ഗാങ്ങിന്റെ എല്ലാം. സോ നാളെ നമ്മൾ അവിടെ പോയി എല്ലാം പറഞ്ഞു തീർക്കണം എന്ന് ഉമേമി അവരോട് പറയുന്നു. അപ്പൊ നമ്മൾ നാളെ ഫൈറ്റ് ചെയ്യാനല്ലേ പോകുന്നത് എന്ന് സാക്കുറ അവരോട് ചോദിക്കുന്നു. സംസാരിച്ച് തീർക്കുന്നതും ഫൈറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. പറഞ്ഞു തീർക്കേണ്ടത് പറഞ്ഞു തന്നെ തീർക്കണം. നാളെ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കും എന്ന് ഉമേമിയ പറയുന്നു. സോ അങ്ങനെ കടയടയ്ക്കാനുള്ള സമയമായി അവരെല്ലാവരും പുറത്തിറങ്ങുന്നു. ശരി, എന്തായാലും നാളെ ലേറ്റ് ആവേലേട്ടോ എന്ന് ഉമേമിയെ വിളിച്ച് പറയുന്നു. ഫൈറ്റ് എന്ന് പറയുന്നത് സംസാരമാണ്, ഫിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജും. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നേ എന്ന് പറഞ്ഞ് നടന്നു പോവുകയാണ് സാക്കുറ. പിന്നീട് നമ്മൾ കാണുന്നത് പിറ്റേ ദിവസം ഷിഷിട്ടോറിയന്റെ സ്ഥലത്തോട്ട് പോകുന്ന സാക്കുറയിനെയും മറ്റുള്ളവരെയാണ്. ഇതിനു മുൻപ് ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തിട്ടില്ല. ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും ഇന്ന് ഞാൻ ഇവിടെ തോൽക്കാൻ പോകുന്നില്ല. ആരാണ് ഏറ്റവും സ്ട്രോങ് എന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും എന്ന് സാക്കുറ മനസ്സിൽ പറയുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ അടുത്ത എപ്പിസോഡ് തീർച്ചയായിട്ടും ഒരു കിടിലൻ എപ്പിസോഡ് ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.